2026 ജൂലൈ മാസം 21-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്: സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകൾക്ക് നൽകിയിരുന്ന സൗജന്യ കെ-ഫോൺ സേവനം നിർത്തലാക്കി. ഇനി ബില്ല് അടയ്ക്കുന്നവർക്ക് മാത്രം ഇന്റർനെറ്റ് സേവനം നൽകിയാൽ മതിയെന്നാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് കെ-ഫോൺ ഇമെയിൽ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു. സംസ്ഥാനത്ത് 6000 സ്കൂളുകളിലാണ് കെ-ഫോൺ സേവനം നൽകുന്നത്. ഒരു ഓഫീസിനും ഇനി മുതൽ സൗജന്യമില്ല എന്ന് കെ-ഫോൺ അറിയിച്ചു. 2018 മുതൽ കെ-ഫോൺ സേവനം ലഭിച്ചു തുടങ്ങിയത്. കെ-ഫോൺ ആവശ്യമെങ്കിൽ അറിയിക്കണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശവും നൽകി. സംസ്ഥാനത്തെ എല്ലാവർക്കും കുറഞ്ഞ ചെലവിലും ഗുണമേന്മയുള്ളതുമായ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ-ഫോൺ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് നൽകലും പദ്ധതിയുടെ ലക്ഷ്യമാണ്. IT വകുപ്പിന് കീഴിൽ KSEB, KSITIL എന്നിവർ ചേർന്നാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, IT പാർക്കുകൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവയെല്ലാം കെ-ഫോൺ വഴി ഇതിനകം ബന്ധിപ്പിച്ചിരുന്നു. ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനവുമാണ് കേരളം. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: ഭക്ഷണശേഷം ഹോട്ടലുകൾ നൽകുന്ന ബില്ലിലെ ആ ഒരു കള്ളക്കളി ഇനി നടക്കില്ല. പൂട്ടിടാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നടപടി. നമുക്കറിയാം, വിശന്ന് കയറി ചെല്ലുമ്പോൾ മനസ്സും വയറും നിറയ്ക്കുന്നത്ര ഭക്ഷണം നൽകുന്നവരാണ് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും. ഭക്ഷണവും ഭക്ഷണ വിതരണക്കാരൻ്റെ ആതിഥ്യമര്യാദയും കണ്ട് പലരും മടങ്ങും മുൻപ് വെയിറ്റർക്ക് കുറച്ച് പണം ടിപ്പായും നൽകാറുണ്ട്. എന്നാൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള പല റെസ്റ്റോറൻറ്റുകളും നമ്മുടെ നാട്ടിൽ നടത്തിവരുന്ന ചെറിയൊരു കള്ളക്കളിയുണ്ട്. കേന്ദ്ര സർക്കാർ അതിന് പൂട്ടിട്ടിരിക്കുകയാണിപ്പോൾ. കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, അതായത് CCPA, രാജ്യത്ത് സർവീസ് ചാർജ് എന്ന പേരിൽ ഉപഭോക്താവിൽ നിന്ന് പണം നിർബന്ധമായി ഈടാക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ്. കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇക്കാര്യത്തിൽ ഹോട്ടലുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സർവീസ് ചാർജോ അത്തരം നിയമത്തിൽ പറയാത്ത ചാർജുകളോ വാങ്ങുന്ന ഹോട്ടലുകൾക്ക് പിഴയും അവരുടെ സൽകീർത്തിക്ക് ദോഷവും സംഭവിക്കുമെന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ്. CCPA സ്വമേധയാ രാജ്യത്തെ ഇത്തരത്തിലെ 41 ഹോട്ടലുകൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. ദേശീയ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴി പരാതിയും തെളിവും ലഭിച്ചതോടെയാണ് ഇത്തരത്തിൽ നടപടി കടുപ്പിച്ചത്. സേവനങ്ങൾക്ക് നിർബന്ധമായും സർവീസ് ചാർജ് വാങ്ങിയിരുന്ന ഹോട്ടലുകളുടെ നടപടിക്കെതിരെ ഉപഭോക്താക്കൾക്ക് ഇതുവരെ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സർവീസ് ചാർജ് കൂടി ചേർക്കുന്ന വിവരം ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നുമില്ല. ഇതിനെതിരെയും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഗുണം അറിയിക്കുന്നതിനുള്ള അവസരമാണ് CCPA നൽകുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്: നമ്മുടെ നാട്ടിൽ ധാരാളം വിവാഹ ബ്യൂറോകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പല രീതിയിലും ജനങ്ങളെ പിഴിയുന്ന അല്ലെങ്കിൽ ഒരു പറ്റിക്കുന്ന ഒരു പരിപാടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തി ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. അദ്ദേഹത്തിന് നഷ്ടപരിഹാരവും വിധിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. പണമടച്ച് രജിസ്റ്റർ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പങ്കാളിയെ കിട്ടാത്ത യുവാവിന് വിവാഹ ബ്യൂറോ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉപഭോക്തൃ ഫോറം. 9 വർഷം മുൻപ് 3000 രൂപ അടച്ചാണ് യുവാവ് രജിസ്റ്റർ ചെയ്തത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പങ്കാളിയെ ലഭിച്ചില്ല. തുടർന്ന് യുവാവ് നൽകിയ പരാതിയിൽ 8000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ ഫോറം ഉത്തരവിടുകയായിരുന്നു. 2016 കണ്ണൂർ സ്വദേശിയായ 40-കാരൻ ടൗണിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വിവാഹ ബ്യൂറോയിൽ പണമടച്ച് രജിസ്റ്റർ ചെയ്തത്. കാസർകോട്ട് ഒരു പെൺകുട്ടിയുണ്ടെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് ബ്യൂറോയിൽ നിന്ന് അനുയോജ്യമായ മറുപടിയൊന്നും ലഭിച്ചില്ല. യുവാവിന്റെ പിതാവ് അർബുദബാധിതനായിരുന്നു. മകന്റെ വിവാഹം കാണണമെന്ന് പിതാവ് ഏറെ കൊതിച്ചിരുന്നു. എന്നാൽ ആ ഒരു ആഗ്രഹം നടക്കാതെ കഴിഞ്ഞ വർഷം പിതാവ് മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് തന്റെ വിലപ്പെട്ട സമയവും മനസ്സമാധാനവും കളഞ്ഞതിന് രജിസ്ട്രേഷൻ തുകയും കൂടാതെ 15000 രൂപയും നൽകണമെന്നാവശ്യപ്പെട്ട് യുവാവ് ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചു. രജിസ്റ്റർ ചെയ്യാൻ നൽകിയ 3000 രൂപയ്ക്ക് പുറമെ മാനസിക സമ്മർദ്ദത്തിന് 3000 രൂപയും വ്യവഹാര ചെലവായി 2000 രൂപയും നൽകാൻ ജില്ലാ ഉപഭോക്തൃ ഫോറം ഉത്തരവിട്ടു. എതിർകക്ഷിയായ വിവാഹ ബ്യൂറോ അധികൃതർ ഹാജരാകാത്തതിനാൽ പരാതിക്കാരൻ സമർപ്പിച്ച തെളിവുകൾ അടിസ്ഥാനമാക്കി 1 മാസത്തിനകം തുക നൽകാൻ ഉപഭോക്തൃ ഫോറം ഉത്തരവിടുകയായിരുന്നു. ഇത് പാലിച്ചില്ലെങ്കിൽ ഉത്തരവ് വന്നത് മുതലുള്ള ദിവസം കണക്കുകൂട്ടി 9% വാർഷിക പലിശ ഈടാക്കുന്നതാണെന്നും ഉപഭോക്തൃ ഫോറത്തിൽ ഉത്തരവുണ്ട്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം 25-ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. സംസ്ഥാനത്തെ 62 ലക്ഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ഈ ഒരു തുക എത്തിച്ചേരും.
പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കണം. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗിനായുള്ള അവസരം നൽകിയിട്ടുള്ളത്. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ല് വെക്കുന്നതിന് വേണ്ടി 5000 രൂപ വരെയുള്ള ധനസഹായം ലഭിക്കും. മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ആരോഗ്യപരമായും മാനസികമായും ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പല്ല് നഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രയാസം മനസ്സിലാക്കി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. ഈ ഒരു പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാക്കും. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. 10000 രൂപ വരെയുള്ള ചികിത്സാ സഹായം ലഭിക്കും. റേഷൻ കാർഡിന്റെയോ BPL സർട്ടിഫിക്കറ്റിന്റെയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ്, അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.